ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏനാന്തി പാലം അത് ഈ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ LDF ഗവൺമെന്റാണ് സാധിച്ചിട്ടുള്ളത്. ഏനാന്തി പാലം LDFന്റെ വാഗ്ദാനം എന്ന് പറയാൻ പറ്റില്ല. 200 ദിവസം കൊണ്ട് 200 കോടി എന്നൊക്കെ പറയാണ്ട് എവിടുന്നത് ശരി ഞായറും 1 കോടി കൊടുക്കും. മന്ത്രിമാരെ വരെ പോയി കണ്ടുകാണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ എതിർ കക്ഷി എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയില്ല. പിന്നെ ഒരാൾ അറിയില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അപ്പം അങ്ങനെ തോന്നിയിരിക്കാം. അവർ പ്രചരിപ്പിക്കുകയാണത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ചെയ്യും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും ഒക്കെ ഇങ്ങനെ വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കവറുകൾ കേന്ദ്രീകരിച്ചും വോട്ട് ചർച്ചകളും പരസ്പരമുള്ള രാഷ്ട്രീയ ചർച്ചകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള ഏനാന്തി എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. ഒരു വലിയ ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുണ്ടാവും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവശ്യം? തെരഞ്ഞെടുപ്പ് വളരെ ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. ജയിക്കാൻ എന്തിനാ സംശയം? ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ചെയ്യും. അതിന് വളരെയധികം കുറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് ഈ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയാണ്. അതുപോലെ റോഡുകളൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് വന്നതിന് ശേഷം എല്ലാം നല്ല പുരോഗതിയുണ്ട്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശേഷങ്ങൾ? എന്താ നല്ല ആവശ്യത്തിൽ തന്നെയാണ്. ഈ റൂട്ട് നല്ല ആവശ്യത്തിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ LDF ജയിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായി വികസന വിപ്ലവം തന്നെയാണ് നിലമ്പൂർ നിയോജകമണ്ഡലം ഒട്ടാകെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ 200 ദിവസം കൊണ്ട് 200 കോടിയുടെ വികസനം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് LDF ഗവൺമെൻറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തോളം കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏനാന്തി പാലം അത് ഈ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ LDF ഗവൺമെൻറ്റാണ് സാധിച്ചിട്ടുള്ളത്. എന്താ പറയാനായിട്ടാ ഈ ഏനാന്തി പാലമൊക്കെ LDF സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം എന്നാണ് പറയുന്നത്? അതെ, ഏനാന്തി പാലം LDFന്റെ വാഗ്ദാനം എന്ന് പറയാൻ പറ്റില്ല. അതിന് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് തന്നെ അതിലെ വർക്കുകൾ, പേപ്പർ കാര്യങ്ങളൊക്കെ വർക്കുകൾ നടത്തി. പിന്നെ PV അൻവർ വന്നിട്ട് അതൊന്നും കൂടി പൊക്കി. പക്ഷേ വർഷങ്ങളായിട്ട് അത് മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വന്നു, അതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം വിളിച്ചു. അത് ചെയ്യണം ഇത് ചെയ്യണം പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ രണ്ടാമത് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ രണ്ടാമത്തെ വർക്കുകൾ റീച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് യാതൊരു റോളും ഈ ഒരു പാലത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ വർക്ക് ഇവിടെ മന്ദഗതിയിലായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ എല്ലാറിനാണ്ട് ഇട്ടുവെച്ചിരുന്നു. അപ്പോൾ നിങ്ങളെ പാലം സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പാലം ഉഷാറായിട്ട് പോകുന്നുണ്ട്. പണി നല്ല പുരോഗതി. എന്താ തെരഞ്ഞെടുപ്പിൽ പാല് ജയിക്കാനാ സാധ്യത? ഇവിടെ ഇടതുപക്ഷം ജയിക്കും. ഇപ്പോൾ ഷറഫ് അലി ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണോ? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അതിലെന്താ സംശയം? ഒരു സംശയമല്ല. നല്ല ഭൂരിപക്ഷത്തോടുകൂടെ അയാൾ ജയിക്കും. എന്താ പറയാനുള്ളത്? ഷറഫിൽ ജയിക്കും. വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ഒന്നാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആദ്യം പാർട്ടി ചിഹ്നത്തിൽ 65,000 വോട്ട്, 66,500 വോട്ട് ഭൂരിപക്ഷം, 9,000 വോട്ട് ഭൂരിപക്ഷത്തിലപ്പോൾ ജയിച്ചപ്പോൾ പ്രാവശ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോട് സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കും. ഈ ഏനാന്തി പാലം ഇങ്ങനെ മന്ദഗതിയിൽ കിടന്നു, അത് വീണ്ടും പുനർജീവിപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്, പുതിയ MLA ആണ്. അതുകൊണ്ട് UDF അനുകൂലമാകുമെന്നുള്ളൊരു തരംഗം ഇവിടെ ഇപ്പോൾ അഭിപ്രായം വരും. ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തില്ല. ഈ പാലത്തിൽ ഒന്നുമില്ല ആര്യാടൻ ഷൗക്കത്ത്. പിന്നെ എങ്ങനെ ഉണ്ടാണ്? പിന്നെ 200 ദിവസം കൊണ്ട് 200 കോടി എന്നൊക്കെ പറയാണ്ട് എവിടുന്നത് ശരി ഞായറും 1 കോടി കൊടുക്കുക. എന്താണ് ഇപ്പോൾ ഈ പാലം സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലം നേരത്തെ ഉണ്ടായി, അത് വെള്ളപ്പൊക്കത്തിൽ പോയി അങ്ങനെ മന്ദഗതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഫണ്ടില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ അത് വിട്ടൊക്കെയായിരുന്നു. ഇപ്പം വീണ്ടും അത് അതായത് നമ്മൾ MLA ആര്യാടൻ ഷൗക്കത്ത് വന്നതിൻ്റെ ശേഷമാണ് അതിന് ഫണ്ട് അനുവദിച്ചതും പുനർനിർമ്മാണത്തിന്. നമുക്ക് ഇവരെയും കൂടെ ഒന്ന് കേൾക്കാം. അല്ല, ആര്യാടൻ ഷൗക്കത്ത് വന്നതിന് ശേഷമാണ് രണ്ടാമത് നടന്നു എന്ന് പറയുന്നത്. ഈ രണ്ടാമത് ബൈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഏനാന്തി പാലത്തിൻ്റെ രണ്ടാമത്തെ റീച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് വന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയെന്ന് പറയുന്നത്? ഇതിൽ വെറും ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ നേതാവായ ഒരു സതീശൻ പറയുന്നത് അതുപോലെ തന്നെയാണ്. ഒരു നുണ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഒട്ടക നടക്കുന്നത് UDF. ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചത് ഈ ഒരു ഭരണകാലത്താണ്. അതിൽപ്പെട്ട ഒന്നാണ് ഏനാന്തി പാലം എന്നാണ് അവരുടെ ഒരു അവകാശവാദം. എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? പക്ഷേ അത് ഒരിക്കലും ശരിയല്ല. ഏനാന്തിനെ സംബന്ധിച്ച് ഈ പാലം തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2017 തുടങ്ങിയ പാലം പണിയാണ്. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും അതിൻ്റെ പണി കാൽഭാഗമായിട്ടില്ല. കാൽഭാഗം അതിൻ്റെ പണി ഇതുവരെ ആയിട്ടില്ല. അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഏനാന്തി പാലം തകർച്ചയിൽ വന്നിട്ടുള്ളത്. ആ തകർച്ചയിൽ വന്ന് രണ്ടാമത് പിന്നെ നമ്മൾ വീണ്ടും അത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് തന്നെ അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമതൊരു പാലത്തിൻ്റെ അവർക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ആ കോടികൾ പോരാ,
ഇനിയും ഒരുപാട് ഫണ്ടുകൾ അതിന് വേണം. അപ്പോൾ സർക്കാരിൻ്റെ ഇടയിൽ അതിന് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും LDF ഗവൺമെൻറ് രണ്ടാമത് വന്ന ഗവൺമെൻറ് ഇതിന് നല്ലൊരു മുൻതൂക്കം തന്നെയാണ് ഏനാതി പാലത്തിന് കൊടുത്തിട്ടുള്ളത്. ഏനാദിയിൽ ഇപ്പോൾ PV അൻവർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു 19,000 വോട്ട് നേടി. അപ്പോൾ ഇത്തവണ ആ വോട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ എന്താ വിലയിരുത്തുന്നത്? അതെന്തായാലും പ്രാവശ്യമായ പാർട്ടിക്ക് കിട്ടുക വോട്ട്, LDFന് കിട്ടുക വോട്ട് എന്ന് വെച്ചാൽ അൻവർ കുറേ വ്യക്തിപരമായ വോട്ട് അങ്ങനെ പിടിച്ചാണ്, കുറേ സഖാക്കൾ അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് വോട്ട് കിട്ടിയത്. ഇപ്പോൾ ആര്യൻ ഷൗക്കത്ത് വന്നതിന് ശേഷം മുടങ്ങിക്കിടന്ന ഒരുപാട് പദ്ധതികൾ പുനരുജ്ജീവിപ്പിച്ചില്ലേ? അതൊക്കെ വേറെ ഇതുള്ളൂ, വെറുതെ പറയണമൊക്കെ. എന്താ കിട്ടണം, നമുക്ക് മറ്റേ പാസ്സായി കിടക്കണല്ലേ വോട്ട്, ഒക്കെ പാസ്സായി കിടക്കണാണല്ലോ. നിലമ്പൂർ ബൈപ്പാസിന്റെ ഗുണഭോക്താക്കൾക്ക് തുക വിതരണം 200 ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാകണത്, അതൊക്കെ മറ്റൊരു പാസ്സാക്കിയിട്ടതാണ്. എന്താണ് അതിനെ സംബന്ധിച്ച് എന്താ പറയാം? ഇത് പാസ്സാക്കി ഇട്ടത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണ്ടേ. അതിനുള്ള പേപ്പർ വർക്കുകൾ, അതിനുള്ള കാര്യങ്ങൾ, അതിന് കാണേണ്ട മന്ത്രിമാരെ വരെ പോയി കണ്ടുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഈ 200 കോടി രൂപയുടെ വർക്കുകൾ ഇവിടെ ചെയ്യാൻ ഷൗക്കത്തിനെ കൊണ്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഷൗക്കത്ത് ജയിക്കുമെന്ന് പറയുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എതിർ കക്ഷി എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയില്ല. അയാൾക്കില്ലേ ഒന്നാമത്തെ ഒരു ഇതാണ്. ഇപ്പം ഫുട്ബോളിൽ അങ്ങനെയല്ല കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഇവിടെ തന്നെ അന്ന് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ അയാൾ ആരാന്നാണ് ചോദിക്കുന്നത്. മറിച്ച് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ നിങ്ങൾക്ക് തന്നെ ഇപ്പം ചിന്തിച്ചാൽ അറിയാം, കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞ ആളാണെന്നില്ല അറിയാം. അപ്പോൾ ഇതാണ് ഒരു മറുഭാഗമായിട്ട് UDF ഉയർത്തുന്നത്. ഈ സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിന് പരിചിതമില്ലാത്ത ഒരാളാണ്. സ്ഥാനാർത്ഥിയെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ് സ്ഥാനാർത്ഥി അറിയില്ല എന്നില്ല അതും പറയണ്ട. കാരണം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം. പിന്നെ ഒരാളെ അറിയില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അപ്പോൾ അങ്ങനെ തോന്നിയിരിക്കാം, അവർ പ്രചരിപ്പിക്കുകയാണത്. കാരണം നമ്മുടെ സ്ഥാനാർത്ഥി ആരും അറിയില്ല എന്നുള്ളൊരു പരാതി ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ചോദ്യം കൂടെ, LDF സ്ഥാനാർത്ഥി എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും? തീർച്ചയായിട്ടും ഒരു 10,000 ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. കാരണം അൻവർ കൊണ്ടുവന്ന ഈ ഒരു 20,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് LDFന് കിട്ടേണ്ട വോട്ട്. അത് അന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആര്യൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ആര്യൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി നിർത്തിയത് കൊണ്ടാണ് അൻവർ ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ളത്. കാരണം അൻവർ ഇവിടെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ആ 19,000 വോട്ട് LDFന്റെ വോട്ട് ബാങ്ക് തന്നെയാണ്. എത്ര വോട്ട് ആര്യൻ ഷൗക്കത്ത് സ്വരാജിന് കിട്ടിയ വോട്ടിൽ ഒരു 10,000 വോട്ടിന്റെ കുറവുണ്ടാവാനാ സാധ്യത. അപ്പോൾ ആര്യൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കൂടും. എന്നാലും എങ്ങനെ ഒരു 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാം. വലിയ ഭൂരിപക്ഷമാണല്ലോ. UDF പോലും പറയാത്തൊരു ഭൂരിപക്ഷമാണ്. ജയിക്കോ ഒരു 40,000 വോട്ട്? 40,000 വോട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു 20,000 മുകളിൽ എന്തായാലും ഭൂരിപക്ഷം ലഭിക്കും. എത്ര വോട്ടിന് ഷറഫലി ജയിക്കും? ഒരു 10,000 കൊണ്ട് ഭൂരിപക്ഷം ജയിക്കും. ഇതാണ് ഏനാദിയിലെ രാഷ്ട്രീയ ചർച്ച. ഏനാദി പാലം തന്നെയാണ് ഇവരുടെ ഇടയിലുള്ളൊരു വലിയ ചർച്ച. LDF സർക്കാർ കൊണ്ടുവന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ആര്യയുടെ ഷൗക്കത്താണ് അതിൻ്റെ തുടർ നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ പാലത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്ന വാദം UDF ഉയർത്തുന്നു. എന്തായാലും ഏനാദിയിൽ രാഷ്ട്രീയ ചർച്ച ഇങ്ങനെ വളരെ സജീവമാണ്. ഈ ഗ്രാമത്തിൽ നിന്നും ഇനി ഇവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രാമത്തിലെ ഈ ബൂത്തിലെയൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചർച്ചകളോട് പ്രതികരിക്കുന്നതെന്ന് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ബോധ്യപ്പെടും. High sleep for a better life. High Sleep Mattress. Skywave Amusement Park, Kakadampoil, Malappuram. Sharafia Electronics and Home Needs, Sharafia Building, Nilambur Road, Vandoor.